ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഒരു പുതിയ സെഷൻ വീണ്ടും നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സെഷനിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഉദ്ദേശം എന്താണെന്ന് നമ്മുടെ ട്രെയിനർ സുദീപ് ചെറിയാൻ സർ നമ്മൾ സംസാരിക്കും. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം സുദീപ് സർ, യുവർ വെൽക്കം. താങ്ക് യു വെരി മച്ച് സർ. നമ്മള് ഈ വേദിയിൽ പല പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ഈ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കോളേജ് സംബന്ധമായ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാനേജ്മെന്റിലാണ്. ഒരുപക്ഷെ ഞാൻ സാബു സാറിന് കുറച്ച് നന്ദി പറയാനുണ്ട് അതിൽ, കാരണം ഒരു ഡൈവേർഷന് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു കരിയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 25 വർഷവും സെയിൽസ് ഓറിയന്റഡ് ആയിട്ട് അല്ലെ ബിസിനസ് ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് കമ്പനി ഉണ്ടായിരുന്നപ്പോഴും വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓപ്പറേഷൻ, കസ്റ്റമർ സർവീസ്, ഒരുപക്ഷെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അധികം ഇരുന്നിട്ടില്ലെങ്കിൽ പോലും ഓവറോള് സെയിൽസിനാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ തൊട്ട് അപ്പൊ മാനേജ്മെന്റ് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ എനിക്ക് സെയിൽസിൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മോഡേൺ സെയിൽസ് അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിങ്ങിലോട്ട് പോകുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ചെയ്ത ഒരു 25 വർഷത്തെ സെയിൽസ് ഒന്ന് എന്ന് ചിന്തിച്ചു. ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഒരു 3-day വർക്ക്ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആമുഖമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാല് പണ്ട് സെയിൽസ് ആയിരുന്നു മുഖ്യം. മാർക്കറ്റിംഗ് പോസിബിലിറ്റി വളരെ കുറവായിരുന്നു. കാരണം മീഡിയ കുറവായിരുന്നു. ടിവിയോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളില്ലായിരുന്നു. ആകെയും കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞ പത്രം, അല്ലെങ്കിൽ ജീപ്പിൽ കൂടെ വിളിച്ചു പറഞ്ഞ അനൗൺസ്മെന്റ്, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ കിട്ടുന്ന അനുഭവങ്ങൾ. ഇത്രയാണ് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. പിന്നെ ഇന്നെന്ന് പറയുന്നത് ഓരോ വില്ലേജുകളിൽ പോലും സെയിൽസിന്റെ ആൾക്കാർ അല്ലെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതും വേണ്ട, ആൾക്കാരില്ലെങ്കിലും ത്രൂ മീഡിയ ഇന്ന് വളരെ സജീവമായിട്ടുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ സെയിൽസിനെ ഓവർടേക്ക് ചെയ്ത് പോയി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം അതിന്റെ പേരാണ് സെയിൽസും മാർക്കറ്റിംഗ് കൂടെ ചേർന്ന ഒരു വിങ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചിങ് വന്നു. ഇപ്പൊ നമ്മൾ മാർക്കറ്റിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, സെയിൽസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇത് ക്ലബ് ചെയ്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ സെയിൽസ് നടക്കുക. ഓപ്പൺ എന്താ പറയാ, ആമസോൺ മാർക്കറ്റിംഗുകാരന് നോക്കി പ്രൊഡക്റ്റ് നോക്കി ക്ലിക്ക് ചെയ്തു, സെയിൽ നടന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ നടക്കും. മറ്റേന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ആള് പോയി ബോംബെയിൽ ഇരിക്കുന്ന ഒരു കമ്പനി ആയിരിക്കും ഹിന്ദുസ്ഥാൻ ലിവർ. ഹിന്ദുസ്ഥാൻ ലിവറിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ചിലർക്ക് സോപ്പ് അന്ന് ചെയ്ത സമയത്ത് മണപ്പിച്ച് നോക്കുന്നു, ഇത് തിന്നാനുള്ളതാണോ അത് കുളിക്കാനുള്ളതാണോ. അപ്പം ഈ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടാണ് ഇന്ന് മോഡേൺ ആയിട്ടുള്ള സെയിൽസിലേക്ക് നമ്മൾ റീച്ച് ചെയ്തത്. ഞാൻ ആമുഖമായിട്ട് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൗ ടു ഇൻക്രീസ് യുവർ മന്ത്ലി സെയിൽസ് എന്നുള്ള ഒരു ഭാഗമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആമുഖമായിട്ട് സാറ് പറഞ്ഞല്ലോ, ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഡെമോ സെഷൻ അല്ലെങ്കിൽ പ്രോ ബോണോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരുക്കുക, പ്രിപ്പറേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാല് മാർച്ച് 4, 5, 6 തീയതികൾ 3 ദിവസം, മൺഡേ ടു വെനസ്ഡേ 7 PM to 9 PM നടക്കുന്ന 2 hours, എവറി ഡേ 2 hours വർക്ക്ഷോപ്പാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ സെയിൽസിനെ കുറിച്ചും സെയിൽസ് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും സെയിൽസ് എങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും സെയിൽസിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചും ഇതെങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് കുറിച്ചും എങ്ങനെ ഈ ഒബ്ജക്ഷൻസ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ പല ട്രെയിനേഴ്സ്
എടുത്ത രീതിയിലായിരിക്കത്തില്ല ഈ ഒരു സെഷൻസ് പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ചേർത്താണ് ഈ ഒരു പോകുന്നത്. അതോടൊപ്പം ഒരു വൺ വേ ട്രാക്ക് അല്ല, ഇത് 2 വേ ട്രാക്കിലാണ്. കാരണം നിങ്ങളുടെ ആവശ്യം, കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, കാരണം കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു 30 പേരോളം വന്നതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റ് ചെയ്ത് ഒരു 10ഓ 15ഓ പേര് മാത്രം ലിമിറ്റ് ചെയ്ത് സെഷൻ മുന്നോട്ട് പോകാനാണ്. കാരണം കുറച്ചു പേർക്ക് കൊടുത്താൽ അവർക്ക് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ ഒരു സെഷൻ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഈ പ്രോഗ്രാമിൽ, ഇതൊരു പെയ്ഡ് പ്രോഗ്രാമാണ്, അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിന്റെ ഒരു പ്രോബോണോ സെഷൻ ആയിട്ടാണ് സാറ് ഇന്ന് എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നത്. അതിന് സാബു സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മള് ബേസിക്കലി സെയിൽസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് സെല്ലിംഗ്? ആർ യു സെല്ലിംഗ് ടു ദ പ്രോസ്പെക്ട്സ് ഓർ പ്രോസ്പെക്ട്സ് ഈസ് സെല്ലിംഗ് യു? പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മളൊരു സാധനം വാങ്ങാൻ അല്ലെ വിൽക്കാൻ അവിടെ പോകുന്നു, അവസാനം അവന്റെ കയ്യിലിരിക്കുന്ന സാധനം കൂടെ വാങ്ങിച്ച് വരുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ പോകുന്നു. അതാണോ നമുക്ക് ആവശ്യം? പ്രോസ്പെക്ട് സെൽസ് ടു യു ദാറ്റ് ഹി കാൺ. അതെന്താണ് സെല് ചെയ്യുന്നത്? ഇപ്പൊ 2 രീതിയിലുണ്ട്. ഇപ്പൊ നമ്മളൊരു ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫറൻസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഷോപ്പിൽ പോയി സെൽ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ. പക്ഷെ ഷോപ്പിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു ട്രെൻഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ സെല് ചെയ്യുന്ന എന്താണ്? വാട്ട് ഹി ഈസ് സെല്ലിങ്. ആർക്കെങ്കിലും എങ്കിലും പറഞ്ഞു, ഞാൻ ഇന്ററാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, വാട്ട് ഹി ഈസ് ഗോയിങ് ടു സെൽ. നമ്മളൊരു സാധനം വിൽക്കാൻ പോകുന്നു, തിരിച്ച് അവൻ എന്താണ് സെല് ചെയ്യാൻ പോകുന്നത്? അവൻ സെല് ചെയ്യാൻ നോ എന്നാണ് സെല് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വാ ഞാൻ നോക്കാം. ദാറ്റ് ഈസ് ഹി ഈസ് സെല്ലിങ്. ഞാൻ ആദ്യം പറഞ്ഞ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു, അത് മാറ്റി നിൽക്കുക. ബട്ട് ഹി ഈസ് ഓൾസോ എ ഗുഡ് സെയിൽസ്മാൻ. ഹി ഈസ് സെല്ലിങ് നോ. ആ ഒരു ഒബ്ജക്ഷൻസ് എങ്ങനെ നമ്മൾ സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ള ഒരു 3 ഡേ വർക്ക്ഷോപ്പാണ് ഞാൻ ഈ ഒരു 3 ഡേയ്സിൽ ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് ഞാൻ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിക്ചേഴ്സ് ഷോ ചെയ്തേക്കുന്നത്. കണ്ടോ? ഹിയർ നമുക്ക് ഇതിനകത്ത് കാണാം, ഒരു സെക്കൻഡ്. കസ്റ്റമർ വളരെ ഹാപ്പി ആയിട്ട് ചോദിക്കുകയാണ്, വാട്ട് ദ ഡിസ്കൗണ്ട് യു ക്യാൻ ഓഫർ. സാധാരണ രീതിയിൽ വരുന്ന ഒരു രീതി ചോദിക്കുന്ന, തീർച്ചയായിട്ടും ആരും ഇന്ന് ഡിസ്കൗണ്ട് ചോദിക്കാത്ത, വാട്ട് ഡിസ്കൗണ്ട് യു ക്യാൻ ഓഫർ. അപ്പോൾ നമ്മൾ സെയിൽസ്മാൻ ആയിരിക്കും തിരിച്ച്, ഓക്കെ വി ക്യാൻ ഗിവ് യു 10% ഡിസ്കൗണ്ട്. കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ആൻസർ ആയിരിക്കാം. പക്ഷെ ഇവിടെ നിന്നും നമ്മൾ വ്യത്യസ്തനായിട്ടുണ്ട്, ഓ കോമ്പറ്റീറ്റർ, ഞാനിത് വായിച്ചങ്ങ് പോവാണ്, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൾസോ. 20% ഓൾറെഡി നിങ്ങളുടെ കോമ്പറ്റീറ്റർ തരുന്നല്ലോ. അപ്പോൾ കസ്റ്റമറിന്റെ മുഖം ഒന്ന് മാറി, സെയിൽസുകാരൻ അന്നേരം ചിന്തിക്കുമോ എന്റെ കമ്മീഷൻ കുറയുമല്ലോ. ഓക്കെ സർ, 20% പറ്റത്തില്ല കേട്ടോ. അതിനുശേഷം കസ്റ്റമർ ആസ്ക് ചെയ്യാണ്, 20% പറ്റിയത് കഴിഞ്ഞപ്പോൾ അവന്റെ ഈഗോ വർക്കൗട്ട് ചെയ്തു. അവൻ പറഞ്ഞു, എനിക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങത്തുള്ളൂ. സർ, 50% തരാൻ പറ്റത്തില്ല, ഒരു 25% ഞാൻ തരാം. ആദ്യം എന്താ പറഞ്ഞത്? 20% ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ആള് അതാണ് പറയുന്നത് നെഗോസിയേഷനകത്ത് വരുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന ബാറ്റ്ന ആൻഡ് സോഫ. ഈ ഒരു പോയിന്റ്സിൽ ഉള്ള ട്രിഗറിങ് പോയിന്റ്സ് ആണ് നമ്മൾ ശരിക്കും ബയറും സെല്ലറും ഒരു എഗ്രിമെന്റിൽ എത്തിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അതിന്റെ ഒരു ആമുഖമായിട്ട് ഞാൻ പറയാണ്, ഈ ഒരു അവസാനം എന്താ സംഭവിക്കുന്നത്? അവസാനം 30% ഏകദേശം നമ്മളൊരു എഗ്രിമെന്റിലോട്ട് എത്തുക. അപ്പൊ കസ്റ്റമറുടെ മുഖഭാവം നോക്കിയോ, ഹി ഈസ് നോട്ട് ഹാപ്പി അറ്റ് ഓൾ ബിക്കോസ് ഹി ഈസ് നോട്ട് റിസീവ്ഡ് 50% ഡിസ്കൗണ്ട് വിച്ച് ഹി വാസ് ഡിമാൻഡിങ്. അപ്പം സെയിൽസ്മാൻ ഓൾസോ നോട്ട് ഹാപ്പി ഈസ് ഹി ഈസ് ഗിവിംഗ് 30% ഡിസ്കൗണ്ട്. ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ neither the customer nor the salesman or the organization happy with the business. പല സെയിൽസിലും ഇതാണ് സംഭവിക്കാൻ. അപ്പം ഞാൻ ഇന്നത്തെ ഒരു ആമുഖമായിട്ടിരിക്കുന്നത് പല പിക്ചേഴ്സ് ഞാൻ കൊണ്ടുവരികയാണ്. ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു, നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രിപ്പറേഷൻ സെഷൻ ആയതുകൊണ്ട്
പല പിക്ചേഴ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്, ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് എവിടൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്. ഇഫ് യു ആർ എ സെയിൽസ് പേഴ്സൺ, ഇഫ് യു ആർ എ ഓണ്ടർപ്രണർ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്. ദീസ് ആർ യുവർ ഡ്രീംസ്. പക്ഷെ ഈ റിയാലിറ്റിയിലോട്ട് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഡിസിപ്ലിൻസ് വേണം. എന്താണ് ഡിസിപ്ലിൻ? വാട്ട് കമ്പനി ഈസ് ഓഫറിങ്, അല്ലെ? നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ സെല്ല് ചെയ്യാനും നമ്മുടെ ബന്ധുക്കാരൊന്നും അല്ല അവതരിക്കുന്നത്, റൈറ്റ്? അപ്പം ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് മാൻഷിപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതെങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം. അത് എന്ന് പറയുന്നത് നമ്മൾ സെയിൽസ് സ്ക്രിപ്റ്റുകൾ ഉണ്ടാകും, പ്രാക്ടീസ് ചെയ്യും. അപ്പൊ 4 P's ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും 4 P's എന്ന് പറയുന്നത്. 4 P's എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലാനിങ്. കസ്റ്റമറിന്റെ അടുത്ത് പോകുന്നു, എങ്ങനെ പ്ലാൻ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ, നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകും. ആ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളെ പോകുന്ന വഴിക്കാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അതോ അവിടെ ചെന്നതിന് ശേഷം അതൊക്കെ എന്താ പറയുന്നത്, ദൈവം നമ്മുടെ നാക്കിൽ തരും സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ പോവുകയാണോ? യു വിൽ പ്രാക്ടീസ് ഇറ്റ് ഓർ പ്ലാൻ ഇറ്റ് ബിഫോർ മീറ്റിംഗ് ദ പേഴ്സൺ. അത് നിങ്ങൾ നേരിട്ട് മുൻകൂർ ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത്, ഞാൻ ഇന്ന ആളെ മീറ്റ് ചെയ്യുന്നു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ സംസാരിക്കുന്ന സമയത്ത് പുള്ളി റിപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ആ റിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ എനിക്ക് പറയാൻ തക്കവണ്ണമുള്ള ആൻസേഴ്സ് എൻ്റെ കയ്യിലുണ്ടോ? അപ്പോൾ പ്ലാൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ അത് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ 4 P's നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സെയിൽസ്മാൻഷിപ്പിൽ 4 P's ഉണ്ട്. ഒന്ന്, പ്ലാൻ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം. നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇദ്ദേഹം ഏതെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ യു ആർ സെല്ലിങ് എ പെൻ. അപ്പം ഓൾറെഡി എന്തായാലും പെൻ എന്ന് പറയുന്ന സംഭവം പുള്ളി എന്തായാലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ നിങ്ങളുടെ പെൻ മറ്റുള്ള പെൻ മാനുഫാക്ചറിൽ നിന്നോ അല്ലെങ്കിൽ സെല്ലേഴ്സിൽ നിന്നോ എന്ത് പ്രത്യേകതയുള്ളതെന്നുള്ളത് യു നീഡ് ടു എക്സ്പ്ലെയിൻ. പ്രൈസ് ആകാം, ഷേപ്പ് ആകാം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുന്നത് ക്വാളിറ്റി ആകാം. അപ്പം ഏതിലൊക്കെയാണ് അദ്ദേഹം നോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് നിങ്ങളത് മനസ്സിലാക്കണം. എത്രമാത്രം അവിടുന്ന് പെൻ പുറത്തേക്ക് പോകുന്നുണ്ട്, അതായത് സെല്ല് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാതെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ ഒരു മാർക്കറ്റ് റിസർച്ചിന് ശേഷമാണ് സെയിൽസ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സെയിൽസ് ചെയ്തതിന് ശേഷം, നിങ്ങൾ ആദ്യത്തെ സെയിലല്ല, ആദ്യത്തെ സെയിൽസ് വിസിറ്റ് ചെയ്തതിന് ശേഷം യു നീഡ് ടു ഗെറ്റ് ടു നോ ദ ഡീറ്റെയിൽസ്. ഹൗ മച്ച് പെൻ ഈസ് ഗോയിങ് ടു സെൽ, വാട്ട് ആർ ദ പെൻ ഹി ഈസ് സെല്ലിങ്, എത്ര കോസ്റ്റിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ സെക്കൻഡ് വിസിറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. സോ ഇതൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്റെ പ്രോഗ്രാം അല്ല പറയുന്നത്, സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ദാറ്റ് യു നീഡ് ടു ഹാവ് എ നമ്മൾ 4 P's ഉണ്ട്. അത് പ്ലാനിങ് വേണം, അത് പ്രിപ്പയർ ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം, അതോടൊപ്പം അത് എന്താ പറയുക പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്, വിച്ച് യു നീഡ് ടു ആൻസർ ഇൻ എ സച്ച് എ വേ ദാറ്റ് യു ക്യാൻ ഏബിൾ ടു സെൽ യുവർ പ്രൊഡക്റ്റ്. Don't see others doing better than you. Beat your own records every day because the success is fight between you and yours. മറ്റുള്ളവരെ കണ്ട് അവർ ചെയ്യുന്ന കോപ്പി ക്യാറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന അനുസരിച്ച് അപ്പൊ പ്രത്യേകിച്ച് ചൈന, എന്താ പറയുക, വിയറ്റ്നാം അല്ലെങ്കിൽ അങ്ങനെ തായ്ലൻഡ് ഒക്കെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കോപ്പീസ് കിട്ടും. ഒറിജിനൽ സാധനം ഉണ്ടാക്കിയ ഫാക്ടറി തന്നെ കോപ്പി വിൽക്കുന്നുണ്ട്. കോപ്പി വിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വിൽക്കുന്നുണ്ട്, റിജക്റ്റഡ് ഐറ്റംസ് വിൽക്കുന്നുണ്ട്. അപ്പം കോപ്പി ക്യാറ്റ് മാർക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും
നിങ്ങൾ പറയണം ഐ ഹാവ് എ സ്ട്രെങ്ത് ഇൻ വിത്തിൻ മീ, എനിക്കൊരു ടാലന്റ് ഉണ്ട്, അതെങ്ങനെ സെല് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളെ ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പിങ് യുവേഴ്സ്. പലപ്പോഴും ഇതൊക്കെ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചോ അന്ന് നിങ്ങളുടെ സെയിൽസ്മാൻഷിപ്പ് അവിടെ നിൽക്കും. എനിക്ക് ഒരുപക്ഷെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോന്ന്, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വൺ ഓഫ് ദ ഷിപ്പിംഗ് കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, മലയാളി ആണ് അദ്ദേഹം. വളരെ അതായത് എനിക്ക് തോന്നുന്നു 28 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കമ്പനി ഓപ്പൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം പുള്ളി കസ്റ്റമർ എടുത്തു. എന്തിനാ പോകുന്നത്? ബിക്കോസ് ഹി വാണ്ടഡ് ടു നോ. അതായത് ഏകദേശം പുള്ളിക്ക് ദുബൈയിൽ മാത്രം തന്നെ 2000-ലധികം സ്റ്റാഫ് ഉണ്ട്. ദുബൈ മാത്രം, സോറി UAE മാത്രമേ. അത് പല രാജ്യങ്ങളിലുണ്ട്. എന്നിട്ടും പുള്ളി സെയിൽസ്മാൻ ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഹി നോസ് ഏത് വഴിയില വന്ന വഴി മറന്നിട്ടില്ല. തന്നെയല്ല, നിങ്ങൾക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസിന്റെ എന്താ പറയുന്നത് സെഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിയാലോ, ലാസ്റ്റ് വരുന്ന ആള് ആദ്യം കാണിച്ച ആളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ഹി നോസ് ദാറ്റ് the information from the sales executive to the supervisor to the manager to the general manager, when it comes to the board, I will get only half information or wrong information. So if you are an entrepreneur, if you are a sales manager, if you are a general manager, don't sit at your seat. You need to go out and find out what is happening in the market. Actually എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. സ്മൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തന്നെയല്ല, സെയിൽസ്മാൻ ഏറ്റവും അത്യാവശ്യമുള്ള സ്മൈലാണ്. ബോഡി ലാംഗ്വേജിനെ കുറിച്ചുള്ള സെഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. മാക്സിമം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്മൈലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെയിൽസ് സൂപ്പർവൈസർ ആരെങ്കിലും, അതായത് സെയിൽസ്മാൻ ആയിക്കോട്ടെ സെയിൽസ് ഗേൾ ആയി, നല്ല തികഞ്ഞൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരാളുടെ അടുത്തല്ലേ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കും. ഇഫ് യു ആർ വെരി സീരിയസ്, നോബഡി കംസ് ടു യു. സോ സെയിൽസ്, അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ് എന്റെ ബിസിനസ് കൂടാൻ വേണ്ടി ഞാൻ 4 പീസ് ചെയ്തിട്ടുണ്ടോ മന്ത്ലി? ഒരുപക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ ചെയ്ത സെയിൽസ് വിസിറ്റിനെക്കാട്ടിൽ കൂടുതൽ അടുത്ത ദിവസം നിങ്ങൾക്ക് സെയിൽസ് നന്നായിട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, പ്രിപ്പയർ ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം, അതിനുശേഷം അത് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുമ്പോഴുള്ള ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുകൊണ്ട് സ്മൈൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ക്യാൻ മേക്ക് ദ ഡിഫറൻസ് ഇൻ ദ സെയിൽസ്മാൻ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഗോൾ അറിയണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫിയർ ആയിരിക്കും, ഇൻസെക്യൂരിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് ആയിരിക്കും. ഇറ്റ്സ് പുള്ളിങ് യു ബാക്ക്. അവന്റെ അടുത്ത് പോയിട്ടൊന്നും ബിസിനസ് ഒന്നും കിട്ടത്തില്ല. പോയോ? ആര് പറഞ്ഞു? അതിങ്ങനെ മാർക്കറ്റിൽ പറഞ്ഞു. നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്തോ? വെദർ ഹി സെഡ് ഓർ ഷീ സെഡ് നോ ടു യു ഓർ നോട്ട്. പക്ഷെ സെൽഫ് ഡൗട്ട്, എനിക്ക് അങ്ങനെ പറയാനൊന്നും ആൾക്കാരോട് എങ്ങനെ ബിസിനസ് ചോദിക്കുന്നത്? എനിക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ല. ചോദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്ന് പേടിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ യു ഇൻ യുവർ ഓൺ കംഫർട്ട് സോൺ, യു വിൽ നോട്ട് അച്ചീവ്. ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കേട്ടതാണ്, ഒരു പെൺകുട്ടിയോട് ഫറാൻ ഖാൻ പറയുന്ന ഒരു ഡയലോഗാണ്. പല കഴിവുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം പല കാര്യങ്ങൾ ഇറങ്ങാൻ പേടിയ. അപ്പം മനോഹരമായ ഒരു സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ സ്റ്റോറി ഇങ്ങനെയാണ്: എന്റെ സുഹൃത്ത് ഒരു കാറ് വാങ്ങിച്ചു, അത് വീട്ടിൽ തന്നെ ഇട്ടേക്കുക. അപ്പൊ അവള് ചോദിക്കുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചു. അവന് ഡ്രൈവ് ചെയ്യാൻ അത്ര ഇത് പോരാ, അതുകൊണ്ട് അവൻ പറയുന്ന ട്രാഫിക് ഒക്കെ ഒന്ന് നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യാമെന്ന് പോകുന്നു. പക്ഷെ whenever he takes the car, the traffic is there, he don't get. അപ്പം ആ പെൺകുട്ടി ചോദിച്ചു, അവൻ കാർ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയാലല്ലേ ട്രാഫിക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. അപ്പം ഫറ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്,
അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുണ്ട്. ഗാഡി നിക്കാലോ, യു നീഡ് ടു കം ഔട്ട് ഫ്രം ദ ഷെൽ, യു നീഡ് ടു ബ്രേക്ക് ദ ബോൺസ്. എനിക്ക് മാർച്ചിൽ ബിസിനസ് ഒന്നും കിടക്കുന്നത്, എല്ലാവരും തിരക്കാണ്. അയ്യോ മാർച്ച് മാസം ഇങ്ങോട്ട് വരാം, ഫിനാൻഷ്യൽ ക്ലോസിങ്, ഒറ്റ മനുഷ്യൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. അതുകൊണ്ട് മാത്രമാണ് ഈ സെഷൻ ഞാൻ മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്ക്യൂസ് ആണ്, അയ്യോ ഇങ്ങോട്ട് വരികയേ വേണ്ട, സാറെ വിളിക്കുകയും വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കില്ലാത്ത ഏതെങ്കിലും ദിവസമുണ്ട്. സോ യു നീഡ് ടു ഫൈൻഡ് എ വേ ടു ഗെറ്റ് ആൻ എൻട്രി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫിയറിന്റെ മുന്നിലായിരിക്കും. സോ യു നീഡ് ടു റീഡ് യുവർ സെൽഫ്, നോട്ട് ദ പീപ്പിൾ. മറ്റുള്ളവരെ ചോദിക്കുന്നു, ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നതാണോ എന്ന് റീഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ നിന്റെ ടാലൻസ് യു നീഡ് ടു റീഡ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് 100% ഔട്ട് ഓഫ് 100 ആണെങ്കിൽ 1% is a luck, 1% is a talent, 98% is a never give up attitude, which gives you 100% success from you. എപ്പോഴും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് ലക്കും ടാലന്റും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് യു നീഡ് ടു ഉപേക്ഷിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്തതിൽ വിചാരിക്കുന്നു എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ ഈ സെഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, IIM പഠിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് IIM കിട്ടിയില്ല. ആദ്യം പൂനെ യൂണിവേഴ്സിറ്റി പോയി MBA കഴിഞ്ഞു. അതിനുശേഷം വർഷങ്ങളെടുത്തു. I keep trying until I get that admission IIM. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും we have to follow and we need to plan. ആദ്യം നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തെല്ലാം കാരണങ്ങളാൽ പരാജയപ്പെട്ടു. ആദ്യം നമ്മൾ വിസിറ്റിന് പോയി, അവർ എന്റർടൈൻ ചെയ്തില്ല. രണ്ടാമത് പോയി, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സെയിൽസ് മാനേജർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യു ആർ എ സെയിൽസ് പേഴ്സൺ, ഇഫ് ദ കസ്റ്റമർ ത്രോ യു ഫ്രം ദ ഡോർ, യു നീഡ് ടു കം ഇൻസൈഡ് ത്രൂ ദ വിൻഡോ. അവന്റെ നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞാലും സാരമില്ല, നീ ജനൽ വഴി അകത്ത് കയറണം. ദാറ്റ്സ് എ പവർ ഓഫ് സെയിൽസ് പേഴ്സൺ. അതുപോലെ നിങ്ങൾക്ക് പ്ലാനുകളുണ്ട്. ദിവസം എത്ര പേര് ഡയറി എടുത്ത് പ്ലാൻ ചെയ്യും? ഇന്ന ദിവസങ്ങളെ ടു ഡു ലിസ്റ്റ് ആരൊക്കെ പ്രിപ്പയർ ചെയ്തു? എത്ര കസ്റ്റമേഴ്സിനെ മന്ത്ലി എനിക്ക് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, വീക്ക്ലി വിസിറ്റ് ചെയ്ത കസ്റ്റമേഴ്സ്, ഡെയിലി വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, ഈ കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് എടുക്കുന്നവർ, അടുത്ത ദിവസം ഫോളോ അപ്പ് ചെയ്യുന്നവർ. ഇപ്പൊ ഷോറൂം സെയിൽസിലുള്ളവരാണെങ്കിൽ തന്നെ എത്ര കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കാതെ പോയി? ആ കസ്റ്റമേഴ്സിന്റെ ഒരു പക്ഷേ ഡേറ്റാസ് എടുത്ത് നിങ്ങൾക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ആൻ അപ്ഡേറ്റ് ദം. പ്രൊമോഷൻ ഉണ്ട്, ഡിസ്കൗണ്ട്സ് ഇതുണ്ട്. അപ്പോൾ യു ആർ ഇഗ്നോറിംഗ് ദ കംപ്ലീറ്റ് ഏരിയ. ഈ വിസിറ്റ് ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ ഷോറൂം കണ്ടു പോകുന്നവരെ എല്ലാം കസ്റ്റമേഴ്സ് ആക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ദാറ്റ്സ് ട്രൂ. ബട്ട് ടേക്ക് ദെയർ ഡീറ്റെയിൽസ്, യൂസ് സം സ്ട്രാറ്റജീസ്. ഒരു ലക്കി ഡ്രോ വരുന്നവർക്ക്, അല്ലെങ്കിൽ ലെറ്റ് ദം പ്ലേ സം ഗെയിംസ്. നിങ്ങളുടെ നിന്ന് സ്വർണം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അരിയോ പഞ്ചസാരയോ മറ്റ് കടകളാണെങ്കിൽ അത് വാങ്ങുന്ന ആളല്ലായിരിക്കോട്ടെ, ബട്ട് ഹി മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ എ ലക്കി ഡ്രോ. ഫ്രീ ആയിട്ട് കിട്ടാൻ ആഗ്രഹിക്കാത്ത ഏത് മലയാളിയുണ്ട്, അല്ലെങ്കിൽ ഏത് മനുഷ്യനും. സോ തിങ്ക് in such a way that you get the leads. Social media leads ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ആണ്, നിന്റെ കടയിൽ നിന്നെ അന്വേഷിച്ച് വന്ന് ഒരു കസ്റ്റമർ ഉണ്ട്, അവൻ തിരികെ മടങ്ങി പോയി കഴിഞ്ഞാൽ അവനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ അവനെ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? കാരണം ഹി നോസ്, അവനെന്തോ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് വന്നത്. ആ ആളെ മിസ് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ ഇഗ്നോറൻസ് ആണ് നമ്മളെ പലപ്പോഴും സെയിൽസിൽ നിന്ന്
പുറകോട്ട് വലിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇനിയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ എം ഷുവർ യു ക്യാൻ ഡബിൾ യുവർ ബിസിനസ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് കടയിലാണെങ്കിൽ എത്ര പേര് വന്നു പോകും? സോ യു നീഡ് ടു മേക്ക് എ സ്ട്രാറ്റജീസ്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ് നമ്മൾ ചെയ്യുന്നു. വ്യത്യസ്തമായ സ്ട്രാറ്റജീസ്, കേസ് സ്റ്റഡീസ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങൾ മഴ പെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ലൈഫ് ഇസ് നോട്ട് അബൌട്ട് സീരിയസ് ആയിട്ട് ഇരിക്കാനല്ല, എൻജോയ് ചെയ്യാനുള്ളതാണ്. കുറച്ചൊക്കെ ടിക്ടോക്കോ ഇൻസ്റ്റയിലോ ഒക്കെ വീഡിയോ എടുത്തൊന്ന് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവുക, മഴ നനയുക, ഇതൊക്കെ ലൈഫിൽ ഒരു എന്ന് പറയുന്നത് ടൂറിന് പോവുക. ദാറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. സെയിൽസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിലോട്ട് പോകാതെ യു മേക്ക് സം റിലേഷൻഷിപ്പ്. ഞാൻ സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പഠിക്കുന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ എവർ ഐ ഗോ ടു എ കസ്റ്റമർ ഐ ട്രൈ ടു എഡ്യൂക്കേറ്റ് ഹിം ഓഫ് ഹിസ് ഇൻട്രസ്റ്റ്. അവന് പൊളിറ്റിക്സോ റിലീജിയനോ ഒഴിച്ചിട്ട് അവന്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് അവനോട് ആ കാര്യങ്ങൾ ബിസിനസ്സിനെക്കാട്ട് കൂടുതലും അവന് താല്പര്യമുള്ള കാര്യങ്ങളെ ഞാൻ സംസാരിക്കാൻ. ലോജിസ്റ്റിക്സിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുന്ന ആഗോളതാപനത്തിനൊന്നും ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല. വാട്ട് എവർ ദ സബ്ജക്ട് ഹി ഓർ ഷീ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോകാനല്ലേ പറഞ്ഞു. സോ ദേ ഷുഡ് ഫീൽ ദാറ്റ് യു ആർ എ നോളജ് ഗുരു. എന്തെങ്കിലും പ്രോബ്ലം, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, ദുബൈയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും കസ്റ്റമേഴ്സ് എന്നെ വിളിക്കുന്ന CV പ്രിപ്പയർ ചെയ്യാൻ വിളിക്കുന്നു. അവരുടെ പേഴ്സണൽ കൺസൾട്ടിങ് അടുത്ത ഗ്രേഡിലോട്ട് പോകാൻ എങ്ങനെ പറ്റുന്നത്? ബിക്കോസ് ദ തിങ് ദ നോളജ് ഐ പാർട്ടഡ് വിത്ത്. അപ്പം കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം യു ആർ നോ മോർ എ സെയിൽസ് പേഴ്സൺ. നമ്മള് എന്താ പറയുന്നത്, ഒരു ഷോപ്പിൽ കയറി കഴിയുമ്പോൾ സെയിൽസ്മാൻ എഴുതുമോ അവിടെ മേ ഐ ഹെൽപ്പ് യു എന്ന് എഴുതും. മേ ഐ ഹെൽപ്പ് യു. സെയിൽസ് ഈസ് നോട്ട് സെല്ലിംഗ്, സെയിൽസ് ഈസ് ഹെൽപ്പിംഗ്. അപ്പോ ആ ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വി ക്യാൻ വിൻ ദാറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സ്ട്രാറ്റജീസ് യു നീഡ് ടു ലീഡ്. ഇപ്പം ആമ സാധാരണ രീതിയിൽ പോകുന്നതിനെക്കാട്ടിൽ സ്പീഡായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഹാവ് എ ടെക്നോളജി. അത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഒരു ടെക്നോളജിയുടെ സഹായത്തിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ യുവർ സെയിൽസ് വോളിയം ക്യാൻ ബി ഇൻക്രീസ് ഫാസ്റ്റർ ദാൻ ദ നോർമൽ പ്രോസസ്. ആ ഏത് ടെക്നോളജി വേണമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ദാറ്റ്സ് വെയർ യു നീഡ് ടു ഹാവ് എ മെന്റർ ഇൻ ദ ഓഫീസ് ഓർ യു നീഡ് ടു ഗെറ്റ് എ മെന്റർ ഫ്രം ഔട്ട്സൈഡ് ഹു ക്യാൻ ഹെൽപ്പ് യു ടു ഡെവലപ്പ്. എന്തുകൊണ്ട് ഷാറൂഖ് ഖാനും അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ആക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ട്രെയിനേഴ്സ് ഉള്ളത് എന്താണ്? ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ട്, ഫുഡിന്റെ ട്രെയിനിങ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്. അവർ ഇടുന്ന ഡ്രസ്സ് ഏത് വേണോ എന്നുള്ള സെലക്ട് ചെയ്യണം. വൈ ദേ ഹാവ് മോർ കൺസൾട്ടൻസ്. സെയിൽസോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകാർക്ക് ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇഷ്ടം പോലെ ട്രെയിനിങ്. ദിറ്റ് മേക്സ് യു ഡിഫറെന്റ്. ഇഫ് യു റിയലി വാണ്ടഡ് ടു ഗ്രോ ഔട്ട്സ്റ്റാൻഡിംഗ്ലി യു നീഡ് എ കൺസൾട്ടന്റ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, ഓക്കെ. ഞാനൊരു കമ്പനിയിൽ ഇതുപോലെ ഓണറുമായിട്ട് സംസാരിച്ചു, സാറിനെ വിളിച്ചാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ സന്തോഷം, ഞാൻ ട്രെയിനിങ് ഒന്നും ചോദിച്ചില്ല. See, people think that you always think out of the box. You need to try for it. എല്ലാ ട്രെയിനേഴ്സും നല്ല ഫലം കാണിക്കണമെന്ന് പറയുന്നില്ല, but you need to try for it. Attend the sessions. People worried of spending little money. They are doubtful. രണ്ട് ടൈപ്പുള്ള ഡൗട്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കംഫർട്ട് സോണിൽ ഡൗട്ട് സോൺ. നമുക്ക് എപ്പോഴും പറയുന്നത്, ഞാൻ കരിയറിന്റെ സെഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം, നമുക്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്ന 2 ആന്റിമാരാണ്, ഒന്ന് ഡൗട്ട് ആന്റിയും ഒന്ന് ഫിയർ ആന്റി. സംശയമാണ്, അയ്യോ അതങ്ങ് ശരിയാവുമോ, ഫിയർ, യോടി ചെയ്യാൻ പറ്റത്തില്ലേ. ഈ 2 ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ യു കുഡ് ഏബിൾ ടു സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റോപ്പ്, സോ സ്റ്റാർട്ട് ആക്ടിങ്,
Start doing. That is more important. Help എന്ന് എഴുതി ഒരു മരം കിട്ടി, ഹെൽപ്പ് എന്ന് എഴുതി ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ആ മരം ഒരു ചെങ്ങാടമാക്കി മാറ്റി, ബോട്ടാക്കി മാറ്റി പോവുകയാണെങ്കിൽ that is more important. മടി പിടിച്ച് മടിയനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മടിയിൽ ആരും കൊണ്ടെത്തരുത്. You need to get up and do things so that the society remember you, the family remember you, and everyone. ഇന്ന് യൂസഫ് അലിയെ കാണുമ്പോൾ ആൾക്കാർ പുറകെ നടക്കുകയാണ്. What is the reason? Don't be afraid to choose a different path than others. മറ്റുള്ളവരിൽ വ്യത്യസ്തമായി മാറുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ ഒരുപക്ഷെ കാണുമായിരുന്നല്ലോ. ഒരു പുതിയ മോഡല് എറണാകുളത്ത് 1.5 ലക്ഷം രൂപ ലാഭം കൊടുക്കുന്ന ഒരു ബിസിനസിന്റെ കാണിച്ചു. പീപ്പിൾ നെവർ തോട്ട് അബൌട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ബിസിനസ്. സ്വന്തം ഷൂസ് ഇത്രയും അഴുക്കാക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഒരു ലേഡി സ്റ്റാർട്ടഡ് ഹലോ ലേഡി സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഷൂസ് എന്താ പറയുന്നത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സർവീസ്. ആൻഡ് ഷീ ഈസ് ഏർണിംഗ് somewhere around 1.5 lakhs per month after all expenses. Profit. ഒന്നാലോചിച്ചു. Something different. So you need to plan that what path you need to get. If you're overthinking and you wanted to be perfect, രണ്ടാമതൊരു ഇത് ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ you will not fly. And your dreams are above all. Millions of things you can bring you down. അതൊക്കെ ശരിയാകത്തില്ല. People, rejections are there. എത്ര സെയിൽസ് വിസിറ്റ് ചെയ്തിട്ടാണ് ഒരു കസ്റ്റമറെ കിട്ടുന്നത്? സൊസൈറ്റി സേസ് ദാറ്റ് അവന് പണിയൊന്നും ഇല്ലെന്ന്. സെൽഫ് ഡൗട്ട് ഉണ്ട്, ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് if you have a desire, if you have a good dream, you will fly. Then you need to plan it. That strategy we are going to learn. The secret recipe. You have a consistency, you have a patience, but you don't know how to mix it up to get a wine. Majority of the people suffering this all things. You may need a mentor to help you out how outcome comes. What is outcome? Outcome is all about the problems minus solutions. There is problems are there. Our problems in a solution under Chittilapalli V-Guard stabilizer ഉണ്ടാക്കിയത് there was a voltage problem. അന്ന് കേരളം മുഴുവൻ അനുഭവപ്പെട്ട ഒരു പ്രോബ്ലം ആയിരുന്നു വോൾട്ടേജ്. And Chittilapalli is not the first person to invent or do this business of stabilizer. അതിനാണ് മാർക്കറ്റിംഗും സെയിൽസും. മാർക്കറ്റിംഗ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇതില്ലായിരുന്നു. പുള്ളി സെയിലാണ് ചെയ്തത്. സ്വന്തം സ്കൂട്ടറിൽ എടുത്തുകൊണ്ട് പോയി വീടാന്തരം വിൽക്കുകയായിരുന്നു. That is also important. You have a resource. You know the process, but you don't know how to blend it. So we live in our limitless world with endless possibilities. Never limit yourself. If you think that I am limited, എന്നെക്കാട്ടി കഴിവുള്ളവർ അങ്ങനെ ആയിരുന്നെങ്കിൽ അംബാനി ഇന്ന് അംബാനിയായിട്ടിരിക്കാൻ പറ്റും. അദാനി ഇന്ന് അദാനി എങ്ങനെയായിരുന്നു എന്നും അംബാനി എങ്ങനെ ആയിരുന്നു എന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. The story of this giants. So if you try to limit yourself, if you are not thinking about a different strategy than other people, you will stay back. മറ്റുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് 100 മീറ്റർ ഓടണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. At the time of race, everybody looking at me, I cannot able to run because there is no practice. The preparation. And there are doubtful things. You need to break the wall. If you need to break the wall,
you need to do practice. That is the 4 P's നമ്മൾ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ കഴിക്കുന്നത് പാസ്റ്റ്, ഞാനത് പോയാൽ ശരിയാകത്തില്ല. സെയിം കമ്പനിയുടെ നിങ്ങൾക്ക് ഇത്രയും നാള് ബിസിനസ് തരാതിരിക്കുന്ന ആള് ചിലപ്പോൾ മാറിക്കാണുമായിരിക്കും. പക്ഷെ യു നെവർ ഗോ ടു ദ കമ്പനി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, MRF ഇപ്പൊ അറിയാവുന്ന കമ്പനിയാണ്. MRF-ല് നിങ്ങൾ ആരുമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹം തരുന്നില്ല. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ആരോട് ചോദിച്ചു, നിങ്ങൾ MRF-ല് ബിസിനസ് ഉണ്ടല്ലോ, ആ ആള് തരത്തൊന്നുമില്ല. നിങ്ങൾ ആരെയെ കണ്ടോണ്ട്, അയാള് പോയിട്ട് 2 വർഷം കഴിഞ്ഞു. പഴയ കാര്യങ്ങള് നമ്മള് മാറാപ്പ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ കണ്ടിന്യൂസ് എഫേർട്സ് can bring you business. Because if you are sitting in the comfort zone, you need to move out. Cycle is the best example. Can push it and at the same pull it. Life അങ്ങനെ തന്നെയാണ്. Then only growth will come. നമ്മളിപ്പം ഒരു എന്താ പറയുന്നത്, പെട്ടെന്നൊരു ബിസിനസ് ഉടൻ തന്നെ അത് ബ്രേക്ക് ഈവൻ ആകണം എന്നുള്ള ചിന്ത നടക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ, but no, don't expect that every business is like. If one way is not there, another way, because there is always some way to reach your goal. Clear ആയെന്ന് തോന്നുന്നു. ചില പാതകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ല, ഞാൻ ഇതുവഴി തന്നെ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ തന്നെ യു സ്റ്റക്ക് അപ്പ് ഇൻ ദ ബ്ലോക്ക്. So those who are smart, they take a deviation and they will reach the goal. And നിങ്ങൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ചാണ് വരുന്നത്. നിങ്ങൾ ലവ് ആണ് ആഗ്രഹിക്കുന്നത്, ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത്, അല്ല നിങ്ങൾ ടെൻഷൻ ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഡൗട്ട്സ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ വളമൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതിന് നിങ്ങൾ വെള്ളം ഒന്ന് കുടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഗിൽറ്റ് വളരും, ആ ആങ്സൈറ്റി വളരും, ആ വറി വളരും. Whereas your talent, if you are putting water, അതിന് ശേഷമുള്ള ഫെർട്ടിലൈസേഴ്സ് ഇടുകയാണ്, ആഡ്-ഓൺസ് വാല്യൂസ് എടുക്കുകയാണ്. If you may be, I will share my certifications. എന്റെ ഏജിനെക്കാട്ട് കൂടുതൽ സർട്ടിഫിക്കേഷൻസ് ആയി എക്കോർഡ്. ഷിപ്പിംഗിലായതുകൊണ്ട് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഫ്രൈറ്റ് ഫോർവേഡിങ്, കാർഗോ മാനേജ്മെന്റ്, ഷിപ്പിംഗ്, പോർട്ട് മാനേജ്മെന്റ് എന്ന് വേണ്ട ഷിപ്പിംഗിൽ തന്നെ എനിക്ക് ഒരു 15 കൂടുതൽ certifications ഉണ്ട്. Different things, because I am a shipping person, a logistics person, because I need to get certificate and I need to get the knowledge because I am going to do that work effectively. അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാലും കുറച്ച് പേര് ജോയിൻ ചെയ്തു. When I was working in a textile company after my MBA 97-ല്, ബട്ട് ഇനീഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയെങ്കിൽ, മാനേജ്മെന്റ് ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഇനീഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയെങ്കിലും ബിക്കോസ് ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദ പ്രൊഡക്റ്റ്, ഐ എം ഇൻ ദ മാർക്കറ്റിംഗ് ടീം, ബട്ട് ദാറ്റ് വാസ് ഇനഫ് ഫോർ ദ മാർക്കറ്റിംഗ് പേഴ്സൺ ടു സെൽ ദ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ. ഇപ്പൊ ഞാൻ ഓപ്പറേഷൻ മാനേജർ എടുത്ത് എന്ന് പറഞ്ഞ് അവിടുത്തെ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. എനിക്കൊന്ന് ടെക്സ്റ്റൈലിന്റെ കാര്യങ്ങളൊക്കെ, എനിക്ക് അതുവരെ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു ഷർട്ട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് പോളിസ്റ്റർ ആണോ അല്ലെങ്കിൽ കോട്ടൺ ആണോ എന്ന് തപ്പി നോക്കാൻ ആ ഒരു നോളജേ ഉള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൽ തയ്യൽ ടീച്ചർ പഠിപ്പിച്ച തയ്ക്കാനൊക്കെ ആ ഉള്ള നോളജ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ബട്ടൺസ് പോയി കഴിഞ്ഞാൽ തയ്ക്കാനുള്ള നോളജേ ഉള്ളൂ. ബട്ട് ഹീ സെഡ് നോ, നിങ്ങൾ ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ MBA കാരനാണ്, നിങ്ങൾക്ക് ഇതിനെക്കാട്ടി നല്ല സാലറി ആണ്, വെറുതെ നിങ്ങൾക്ക് ഞാൻ എന്തിനാ ഭാര്യയാണെന്ന് പുള്ളി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ബട്ട് ഐ വാസ് ഈഗർ ടു ലേൺ മോർ അബൌട്ട് ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ട്രാൻസ്ഫർ എന്താ പറയുന്നത് ബാംഗ്ലൂരിൽ വരികയും I saw an institute which teaches textile management, diploma in textile management. That is, total is diploma in textile management and fashion technology. I started learning what is cotton, what is polyester, how many yarns are there, engana yarns undakunna, dye cheyyunnathu, these all things I started learning it. When after learning it, that knowledge which I am carrying, when I am informing the customers were surprised. Wow. I started teaching the customers, those who does not know. Adende management enikku ariyum, enikku promotion kitti. This is where you need to educate yourself.
then you mix the things. It is not simple, as simple that, okay, goal set ചെയ്ത് നേരെ അറ്റയച്ച് വിട്ട് achieve ചെയ്യുക. It is not possible. There is a learning procedures. Chances of doubts, chances of failures, do the practice. Sometimes you feel I am lost, everything lost. Sometimes you feel I got everything. Then you get into a struggle. Then again you raise it and achieve it. So simple ആയിട്ടുള്ള ഒരു ഫോർമുല ഇല്ല. But it is a good that ഇപ്പൊ ഞാനൊക്കെ ബിസിനസ്സോ അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ മുമ്പിൽ ബിസിനസ്സിലോ ഏർപ്പെടുത്തവരോ they don't know what is next. ഇന്ന് നമുക്ക് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ഇന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളത്. ഹ്യൂമൻ ബിഹേവിയർ വരെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് പോയി. കസ്റ്റമറിന്റെ ബിഹേവിയർ നമ്മൾ പോകുന്നതിന് മുമ്പ് AI ത്രൂ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ആപ്സ് വരാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങള് ഒരു പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ അത് മുഴുവൻ എന്നെ കാണിക്കാനുള്ള സോഷ്യൽ മീഡിയ എങ്ങനെ ഇത് അറിഞ്ഞു? So many technology. Are you using such kind of technologies in sales? നമ്മൾ വീട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഈ ടെക്നോളജി എങ്ങനെ അറിഞ്ഞു? അപ്പൊ മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയറും അവന്റെ മനസ്സിലെ ചിന്തകളും മനസ്സിലാക്കിയെടുക്കാനുള്ള സിസ്റ്റം വന്നു കഴിഞ്ഞാൽ if you are not using that system, ഞാനെന്ത് പറയാനാ? So you need to think. So that's where you need to get trained from the people who is already doing such kinds of things, so that you will, ഇപ്പൊ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഓൾറെഡി നിങ്ങളുടെ കേപ്പബിലിറ്റീസ് without all technology, if you are doing it, ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ അതുകൂടെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ where you stand. അപ്പം അതൊരു വില്ലിംഗ്നെസ് ടു ഇൻവെസ്റ്റ് സംതിങ്, willingness to learn something which provides you the achieve your dreams. എന്നും മാരുതിയിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. വല്ലപ്പോഴും ഒരു ബെൻസ് എടുക്കാനുള്ള ആഗ്രഹം ആർക്കും ഉണ്ടായി. So don't stop your dreams all. അപ്പം എന്റെ ഈ വർക്ക്ഷോപ്പിൽ ടെക്നോളജി is not there at all. But I can help you what technology you can use, because I am not a technical person. AI എടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. That you need to do. So find out. There is so easy to put a graph like this. ഏതോ സിനിമയ്ക്കകത്ത് കിങ് ലയർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ദിലീപ് പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ഗ്രാഫ് മുകളിലോട്ട് ആക്കണം. അപ്പം ദിലീപിന്റെ കൂടുള്ള പയ്യൻ അതല്ലേ എളുപ്പം, ഇങ്ങനെ വരച്ചാൽ പോരെ. It is not possible. There should be an effort behind it. Increase of sales വേണമെന്നുണ്ടെങ്കിൽ you need to clarify what you are looking for. What is your mission? The time you are going to spend on this. What kind of attitude I need to develop? What kind of emotion I have to put? Intellectual ആയിട്ടുള്ള emotions I need to put when I'm talking to customers. What kind of script I need to write and tell to the customers so that he could able to convince. So understand which are the triggering point, that the possibilities of buying behavior of the customer. Customer ഏത് പോയിന്റിലാണ് വാങ്ങാം എന്ന് പറയുന്ന അനുസരിച്ച് നിങ്ങൾ അടുത്ത പോയിന്റ് വീണ്ടും ഹിസ്റ്ററി പറയാൻ പോകരുത്. Then you have to introduce the usage. എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയുള്ള കാര്യങ്ങൾ മാത്രം. ചിലരുണ്ട് അവൻ വാങ്ങാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴും വീണ്ടും ഹിസ്റ്ററിയിലോട്ട്. I had seen many people like that. കാരണം അവന് താല്പര്യം ഉണ്ടായിരുന്നു, അവൻ വാങ്ങാൻ വീണ്ടും ഹിസ്റ്ററിയിലോട്ട് പോയപ്പോൾ അവൻ വീണ്ടും ഡൗട്ടിലായി. അവൻ പറഞ്ഞു നാളെ പറയാൻ. These all things will happen. It is all about playing a chessboard with king, queen, the army. അല്ലേ? അപ്പോൾ ഏത് സമയത്ത് ആളിനെ ഇറക്കണമെന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഇറക്കണോ, ഇൻസ്റ്റ ഇറക്കണോ, നോട്ടീസ് അടിച്ചു കൊടുക്കണോ, ആരെ കൊണ്ടെങ്കിലും റെഫർ ചെയ്യണോ,
These all things you need to use. Strategies are with you. You need to find out who are your target. If you are new to this business, you need to find out who are your target customers. അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നുള്ളതും നിങ്ങൾ അത് ഏത് ഏരിയയിലാണെന്ന് ഉപയോഗിക്കുന്നത് നോക്കണം. ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് വാങ്ങുന്നത് എന്നുള്ളത് ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് യു നീഡ് ടു പ്രിപ്പയർ എ സെയിൽസ് സ്ട്രാറ്റജി, ഡിഫറെന്റ് സെയിൽസ് സ്ട്രാറ്റജി, ഡിഫറെന്റ് പോക്കറ്റ്സ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഞാൻ കീഡില് കേരള ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണർ ഡെവലപ്മെന്റിൽ 1 day സെഷനിൽ സെയിൽസിന്റെ പോയത്. So when I was asking what kind of strategies you are developing it, അങ്ങനെ അവർ കുറെ സ്ട്രാറ്റജീസ് പറഞ്ഞു. ഏകദേശം നമ്മളൊരു 10-40 സ്ട്രാറ്റജീസ് they were telling. Then I told each one of them, how many strategies have you used? Sir, 5 strategies, 6 strategies. But you are aware about 30 strategies minimum, not 40 strategies? Yes, aware. That means നിങ്ങളുടെ ടാലന്റിലെ എത്ര പെർസെന്റ്, ഒരു not even 30% you are not using it. That means നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഒന്ന് പോട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രാറ്റജി, ഈ 40 സ്ട്രാറ്റജി എഴുതിയാൽ 30 സ്ട്രാറ്റജിയോളം അറിയാവുന്നവർ പോലും 10 സ്ട്രാറ്റജി പോലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ that means you are not using your talents. Then നമുക്ക് പിന്നെ AI പറ്റിയോ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ എന്താ പറയുന്ന ഫീഡ്ബാക്ക് കിട്ടുന്ന സിസ്റ്റത്തെ കുറിച്ചോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. So how you are going to do this, we are going to discuss in 3-day session. The IDA model, which everybody knows, the attention. We are to need to grab the attention of the people. We need to create an interest in them, whether they want to buy. Desire, the actions. This will all discuss in that. Then smart goal setting, we are going to set that also. So just wanted to today's session, I wanted to tell you 3 simple steps to become a sales superstar. One is the identify the right opportunity, right people name, right place, right product. Don't sell the product to a person who does not want to buy it. അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കണ്ടേ, ലൈക്ക് ചിത്തലപ്പള്ളി done, or some other people, or you have a new ideas like a Facebook king, Steve Jobs done. So many people have some innovative idea which is makes some difference in the market. That is, we'll keep it separately. We'll discuss separately on this. But if there is an existing problem, what kind of solution you can provide? So that's a right opportunity. Identify the right opportunity, right product, and your product should be an answer for them. തീർച്ചയായും ഇത്രയും നാൾ ഞാൻ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. സർ അതല്ല, ഞങ്ങളുടെ ഹെർബൽ ആയിട്ടുള്ള ഷാമ്പു ആണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാർ ഗ്രോത്ത് ഹെയറിനുണ്ടാകും, അത് പ്രൂവൺ ആണ്. ഇല്ല, അങ്ങനെ ഒത്തിരി പേര് കളിപ്പിരുന്നു. ഇത് അങ്ങനല്ല സർ, ഗ്യാരണ്ടി, എന്റെ ഫോൺ നമ്പർ ഉണ്ട്, ഇത് എടുക്കുക സാർ, ഉപയോഗിക്കുക, ഇത്ര ബോട്ടിൽ ഇത്ര മാസം ഉപയോഗിക്കുക, I can guarantee you, because you have a trust in your product. Then only you can sell. അല്ലേ പിന്നെ പറ്റിക്കും. So I'm given an example. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു കസ്റ്റമറിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് കേറ്റർ ചെയ്യുകയാണെങ്കിൽ, if you are confident enough to your product can give a solution or a solution to their problem, then you are at the right place. And also convincing you, they need to believe you. That trust you need to build it. Second one is give value. സാർ എങ്ങനെയും വാങ്ങും സാർ, വാങ്ങിയത് പറ്റത്തുള്ളൂ, ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യണം. I am not finding any value for this money. Why should I buy it? Sir, you buy, I'll give you one free. നമ്മുടെ ഇമേജേ പോയി. That if company is giving something special things, you can offer them. So company product ആയിരിക്കും നിങ്ങളുടെ USP. USP in the unique selling proportion. Okay, we will discuss in detail in the sessions. Do not give the product or service, instead you give value. ഒരു വാല്യൂ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അവരെടുത്തോളും. They will come and pick it up. No need to market it. No need to sell. Marketing is important. No need to sell it. They come and pick it. The value is more important. Sell repeatedly. ഇപ്പൊ ഒരു പ്രാവശ്യം സെൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇനഫ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ ക്രോസ് സെല്ലിംഗ് ഉണ്ട്, അപ്സ്കെല്ലിംഗ് ഉണ്ട്. These all things you can do it in your day-to-day life. Do not sell only single time. Quality of your product or services is answer to the unique buying proposition. കസ്റ്റമറിന് ബൈ ചെയ്യാനുള്ള ചില ചിന്തകളുണ്ട്, പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്, if you step into my shoes, you will understand my problems. As a salesperson, you need to step into the shoe of a buyer, then thinking that why should I buy your product? Clear ആണെന്ന് തോന്നുന്നു. അപ്പം അതുപോലെ തന്നെ you can sell various product. കമ്പനിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല. If you are in the solar business, you can sell other items. ലൈറ്റും ചെയ്യാം, വീടിന് കൊടുക്കാം, ലൈറ്റ് കൊടുക്കാം, എന്താ പറയുക, എമർജൻസി കൊടുക്കാം. So many things you can do. If you are into hardware, he comes for a lock, you can give something else also. Together, സാക്ഷ വേണോ, അത് വേണോ, ഇത് വേണോ, ആണി വേണോ. These all things you can ask them. Oh, ശരിയാണല്ലോ, എനിക്ക് ആണി വേണോ, എനിക്ക് ഓർത്തില്ല, താങ്ക് യു. You need to ask them. ചിലപ്പം ഒരു സാധനം വാങ്ങാനായിരിക്കും വന്നത്. If the salesperson is good, definitely he is going to buy minimum 5 items from the shop. So you need to ask. So I wanted to invite you for this session. It's a paid program. Interested people can contact me. This selling skills will be explained. Spin method will be explained on this. Sales process, suspects in a prospects to the customers. Sales script, sales closing, എങ്ങനെയാണ് ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഗ്രൂമിങ്. ഇതെന്ന് പറയുന്നത് 6 മണിക്കൂറും കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും അത്. ഇത് ആക്ച്വലി ഇറ്റ്സ് എ 1 year പ്രോഗ്രാം. ഇറ്റ് ഇസ് നോട്ട് എ പെട്ടെന്നൊരു അടിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അല്ല. The selling is all a spin method is all about the situation, problem and implication and need payoff. The question answer program ആണ്. അത് തന്നെ it takes I will tell you that it's a 1 day needed to complete the spin method. Then implication, the problems, this also will be different. Closing techniques will be discussed, and there is no time to do the mock questions on everything. So you need to find out the objection handling, which I told you. Then we will have a price in the objection. The customer പറയുന്നത് price ആണ് വേറൊരു problems വരുന്നത്. പിന്നെ what are the strategies in the business to grow off, അതും scale up ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. Once again, I just wanted to invite you for this program which covers this. And ഇതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 P's, ഐഡ മോഡൽ, body gestures, that is 7th one, personality and grooming. Everything will be covered. ഒരു 1 day സെഷൻ ആവശ്യമായത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 hours കൊടുക്കുന്ന ഒരു സെഷൻ ആണ്. And I'm sure that you will enjoy the sessions. And it is low price because why it is low price? Because I just wanted to give back to society. That's the reason. And thank you so much for listening to me. ഏകദേശം ഒരു എൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And Sabu sir, over to you. Any doubts? Okay, sir. Thank you, sir. Thank you very much. തീർച്ചയായിട്ടും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ക്ലാസിന്റെ ഒരു ചുവടുവയ്പ്പാണ് നമുക്ക് മനസ്സിലായി. സാർ പറഞ്ഞ ഒരു ഫോർമുല, ഒരു 100% സക്സസ് ഫോർമുല നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. 98% നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ, നമുക്ക് ടാലന്റോ ലക്കോ ഒന്നും ഇല്ലെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ഫോർമുലയിൽ മാത്രം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള എല്ലാ എന്താ പറയുന്നത് ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട് എന്ന് വളരെ കൃത്യമായി സാർ അത് പറഞ്ഞ് മനസ്സിലാക്കി. തീർച്ചയായും സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മള് മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതം പോലും ശരിക്കും പറഞ്ഞ ഒരു സെയിൽസ് തന്നെയാണ്, അല്ലെ?
ലൈഫിന്റെ എല്ലാ തലങ്ങളിലും ആ സെയിൽസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സർവീസ് കൊടുത്തു എന്നുള്ളതല്ല, നമ്മൾ നമ്മളെ തന്നെ ശരിക്കും പറഞ്ഞ് ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ സാറിന്റെ ക്ലാസ് വളരെ പ്രയോജനകരമാണ്. തുടർന്നുള്ള 3 ദിവസത്തെ ക്ലാസ്സിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. എനിക്ക് ഓൾറെഡി ജോയിൻ ചെയ്ത കുറച്ച് പേരിൻ്റെ അകത്തുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഡെയിലി 7 മണിക്ക് ഇതുപോലെ ഒരു സെൽഫ് അവയർനെസ് പ്രോഗ്രാമാണ്, മാറ്റിനി ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞ് ഏകദേശം 1068 ദിവസത്തോളമായി എല്ലാ ദിവസവും വൈകുന്നേരം കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ ബിസിനസ്, സെയിൽസ്, ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം കൂടുതലായിട്ട് ചെയ്യുന്നത് സുദീപ് ചെറിയൻ സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സെഷനിൽ ചേർന്ന് വരാൻ സഹായിച്ചതിൽ. വന്നവരെ എല്ലാവരും കൂടി നന്ദിയോടെ ഓർക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ പറയുന്ന വരാൻ പോകുന്ന 3 ദിവസത്തെ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസത്തെ ക്ലാസ് 7 to 9 2 hours-ന്റെ 3 days-ലെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അതല്ലെങ്കിൽ സാർ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചുള്ള ആധികാരികമായ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് ചോദിക്കാനൊന്നും ഇല്ലാന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എങ്കിലും സ്റ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അതിനോടുകൂടി കമന്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, സാറ് പറഞ്ഞതിനോട് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. അപ്പം സാറിന്റെ പ്രോഗ്രാം ആക്ച്വലി നമ്മൾ ഇപ്പം പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗിന്നസ് റെക്കോർഡിലോട്ട് മൂവ് ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ്. 1000-ലധികം സെഷൻസ് നടന്ന് ധാരാളം എക്സ്പേർട്സ് എല്ലാ ദിവസവും 7 മണിക്ക് വന്ന് ഫ്രീ ആയിട്ട് സാറ് ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് വലിയൊരു നന്മയൂടാണ് ആക്ച്വലി. കാരണം നമ്മൾ പെയ്ഡ് പ്രോഗ്രാംസ് പലയിടത്തും കാണുമ്പോൾ സാറ് ഇങ്ങനെ ഗീവ് ബാക്ക് ടു സൊസൈറ്റി എന്നുള്ളത് ഒരു വലിയൊരു എഫേർട്ടാണ്. അപ്പൊ അതിന് ഒരു കൂട്ടായ്മയാണ്. ആ ഒരു ഫ്ലോറിൽ എനിക്കൊരു അവസരം കിട്ടി, അതിന് നന്ദി പറയുന്നു. സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഈ സെയിൽസ് എന്ന് പറയുന്നത് ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ചു കയറാം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ലോക്കൽ ട്രെയിൻ കയറിയിട്ട് വേണമായിരുന്നു കയറാൻ. അന്ന് എന്റെ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൽഡർ ബ്രദർ. അപ്പൊ എനിക്ക് ട്രെയിനിൽ കയറാൻ പറ്റുന്നില്ല. കാരണം ഈ തിരക്ക് തള്ളു കാരണം എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റും. പുള്ളി എന്നോട് പറഞ്ഞത്, അന്ന് എന്റെ ചേട്ടൻ പറഞ്ഞാണ്, നീ എന്താ പറയുന്നത്, ഈ ക്രൗഡിനകത്ത് കയറിയെങ്കിൽ മാത്രം നീ ഒന്നും അറിയണ്ട, നീ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രെയിനകത്ത് കയറും. That means if you are sitting at office and thinking that the business will come, it will not come. Get into the crowd and it will take you inside the process. പലപ്പോഴും ഞാൻ അകത്ത് കയറിയിട്ട് അങ്ങനെ തന്നെയാവും. എന്ന് പറയാ, എല്ലാവരുടെ തള്ളി അകത്തോട്ട് പൊക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട്. ആ പ്രോസസ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് സെയിൽസ്. യു വിൽ, ബട്ട് അതിൽ നിന്ന് ഡിഫറെന്റ് ആകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ തന്നെ മാറ്റണം, കാറിൽ പോകണം. സോ if you really wanted to go with this, you need to get used with what techniques is available in the market. എന്തെങ്കിലും സാർ ചോദിച്ച പോലെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇതിനെപ്പറ്റി കോഴ്സിനെ പറ്റി ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം എന്നുള്ളത് വിചാരിച്ചു. സാർ പറഞ്ഞ പോലെ ആ ക്രൗഡിന്റെ നടുക്ക് നിൽക്കണമെങ്കിൽ ആ ക്രൗഡ് ഏതാണെന്നും എങ്ങനെയാണെന്നും എങ്ങനെ നിൽക്കണമെന്നും ഏതാണ് നമ്മുടെ എയിം എന്നൊക്കെ മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവ്വം എന്താ പറയുക ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള നിൽപ്പായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ക്ലാസ്സിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഓക്കെ, എനി ഡൗട്ട്സ്? റോയ് സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. റോയ് സാർ ഒന്ന് കേൾക്കാം. ഇത് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് മാത്രമല്ല, മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന കുറെ ഘടകങ്ങളാണ് സാറ് പ്രസന്റ് ചെയ്ത കാര്യം. അതായത് ഒരു അറ്റൈൻ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏത് വഴിക്കെല്ലാം പോകണം, ഇങ്ങനെ മാനസികമായ അവസ്ഥ വരെയും വളരെ ഭംഗിയായി സാറ് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇതിനകത്ത്. നമ്മുടെ സാബു സാറിന്റെ ഈ പറയുന്ന മാറ്റിനി ഫ്രീ വെബിനാറിൽ പങ്കെടുത്തു കഴിഞ്ഞ് അറിയാതെ തന്നെ ഏത് വിഷയമായിട്ട് വരുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരു ഭാഗം നമ്മളിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ തന്നെ
ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് ഒന്ന് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സുധീർ ചെറിയൻ സാറിന്റെ ഈ ക്ലാസ് വളരെയധികം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ കൗൺസിലർ എന്ന നിലയിൽ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് പൊളിഞ്ഞ് പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞ് സമീപിച്ചു. പക്ഷേ ആ അദ്ദേഹത്തിന് മാനസികമായ അവസ്ഥകളെയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാനായിട്ട് സഹിച്ചു എന്നുള്ളതല്ലാതെ അതിന് വേണ്ടതായ മോട്ടിവേഷൻ കൊടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് സുധീർ ചെറിയൻ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെയധികം അഭിനന്ദനങ്ങൾ സാറിന് തരുന്നു. അതുപോലെ തന്നെ തുടർന്ന് ആ ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ തന്നെ അത് എന്തുമാത്രം പറ്റുമെന്ന് എനിക്ക് ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏതായാലും എനിക്കും താല്പര്യമുണ്ട് കേൾക്കുന്നതിന്. ഓക്കെ സാർ, താങ്ക് യു ഫോർ യുവർ മോട്ടിവേഷണൽ ക്ലാസ്. ഫോർ ബിസിനസ്മാൻ മാത്രമല്ല, ഒരു സാധാരണക്കാരന് വരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതായ കുറെ ഗൈഡ് ലൈൻസ് ആണ് സാറിന്റെ കയ്യിൽ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സാർ. നമ്മള് ഈ സെഷനിൽ കുറച്ച് സെയിൽസ് ഫണൽസ്, നമ്മൾ എങ്ങനെയാണ് സെയിൽസിന്റെ ഒരു ഒരു സസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ സംശയമുണ്ട്, ഇവൻ വാങ്ങാനും വാങ്ങാതിരിക്കാനും സാധ്യതയുണ്ട്. ആ സസ്പെക്ട്സിനെ എങ്ങനെ പ്രോസ്പെക്ട്സ് ആകാമെന്നും പ്രോസ്പെക്ട്സിനെ നമ്മൾ കസ്റ്റമർ ആക്കാനുള്ള ഒരു 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 മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മളത് ഒരു സീക്രട്ട് റെസിപ്പി പോലെ പറഞ്ഞ് ഓരോ ലെവലില്, കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു വലിയൊരു ക്രൗഡിനല്ല ഞാൻ അഡ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് ലിമിറ്റ് ചെയ്യുന്ന ഒരു 10 പേര് കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, അല്ലെ 10-15 പേര്. സോ ഐ ക്യാൻ ഫോക്കസ് ദം ആൻഡ് ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം അവർക്ക് കൊടുക്കാൻ സാധിക്കും. അവരുടെ പ്രോസസ്സ്, അവരുടെ പ്രൊഡക്റ്റ് എന്തായെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെയാണ്, അടുത്ത പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള ഒരു ലെവൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം മാത്രമാണ്. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ മാത്രം, ഇനിയും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അടുത്തൊരു സെഷനിലേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് അഡ്രസ് ചെയ്യുക. ജനറൽ ആയിട്ട് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് യാതൊരു പ്രയോജനം കിട്ടത്തില്ല. അപ്പം ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം ആയിരിക്കും വരുന്ന ആൾക്ക് അവർക്ക് പ്രയോജനം കിട്ടണം എന്നുള്ള ഒരു ലെവലിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. Roy sir, thank you for the valuable comments. Definitely, I will send the link to Sabu sir and Roy sir. Please come and watch it. Or അതിന്റെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, പ്രവീൺ കുമാർ, മുസ്തഫ, ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് പറയാൻ എന്തെങ്കിലും ചോദിക്കാം. അനിൽ, സൗമ്യ, ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിപ്പം ജോയിൻ ചെയ്തവരുടെ കുറച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടാണ് എന്നിട്ടാണ് സൊല്യൂഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒരു സെയിൽസ് ട്രെയിനിങ്ങിനെക്കാട്ട് കൂടുതൽ ആക്ച്വലി ഒരു മെന്ററിങ് പ്രോഗ്രാം, ഒരു കൺസൾട്ടിങ് പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ ശേഷം വീണ്ടും റിവ്യൂ ഉണ്ട്, ഗൂഗിൾ ഫോം ഇട്ട് കൊടുക്കും. അടുത്ത സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യും. മൂന്നാമത്തെ സെഷനും അതുപോലെ തന്നെ. അപ്പം അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് പ്രോഗ്രാം ആയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പേരെ ലിമിറ്റ് ചെയ്തു. ഇപ്പം വേറൊരു കമ്പനി എന്നെ അപ്രോച്ച് ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ആഴ്ച കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ലാസ്റ്റിൽ അവരോട് പറഞ്ഞു 19ന് ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓഫീസിലോട്ട് പോകാൻ. അവർ ഇവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സോ വി വിൽ ഡു ഇറ്റ് ഇൻ ദെയർ ഓഫീസ്. കാരണം ചിലത് ഓൺലൈൻ മെന്ററിങ് നടക്കത്തില്ല, ഫിസിക്കലായിട്ട് നമ്മൾ പോയാല് നടക്കത്തില്ല. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, കേട്ടതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ജോയിൻ ചെയ്തോളാം. ഓക്കെ, നോ പ്രോബ്ലം. ഇതിനൊരു കമ്പൽസറി അല്ല. ആക്ച്വലി ഞാന് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സെല്ലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ സെല്ലിംഗ് പ്ലാറ്റ്ഫോം. ആൻഡ് കുറച്ചൊരു ഓപ്ഷൻസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു സാർ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു യാത്രയിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഫുൾ ആയിട്ട് എനിക്കത് അതിൽ കിട്ടിയില്ല. മാക്സിമം ഞാനത് എൻജോയ് ചെയ്തു, ഞാൻ പഠിക്കാനുള്ള ശ്രമിക്കുന്നു.
താങ്ക് യു ഈ സർ. സെഷൻ റെക്കോർഡഡ് ആണ്. സെഷൻ റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് കാണാം. ഡോക്ടർ സാബു കേരള യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. ഇതിന് പുറകിൽ Okay. കാണുന്ന നമ്പർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഞാൻ എടുത്ത് ഓക്കെ. നമ്പർ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടാൽ മതി നമ്പർ ഇട്ട്. നേരെ കേട്ടില്ലായിരുന്നു സർ. ചാറ്റ് ബോക്സിൽ നമ്പർ ഒന്ന് ഇട്ടാല് ഞാൻ ഡീറ്റെയിൽസ് Okay. തരാം. ഓക്കെ. സാബു സാറിന്റെ പ്രോഗ്രാംസ് എല്ലാം റെക്കോർഡഡ് ആണ്. യൂട്യൂബിൽ അത് വാച്ച് ചെയ്യാം. സൗമ്യ ചാറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ ചാറ്റ് ബോക്സിൽ സമയത്ത് കോണ്ടാക്ട് ചെയ്യാൻ വിളിക്കാം. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സർ. സുദീപ് സാറിന്റെ നമ്പർ കൂടെ വന്നിട്ടാക്കോ ചാറ്റ് ബോക്സിൽ. സുദീപ് സാറിന്റെ കൂടെ വന്നിട്ടേക്കെ ചാറ്റ് ബോക്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട്. സുദീപ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. 9061915156 ആണ്. 3 ദിവസത്തെ ട്രെയിനിങ്ങുമായിട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അതുപോലെ സെയിൽസ് ട്രെയിനിങ്, മറ്റു രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഞാൻ കമ്പനികളിലൊക്കെയാണ് കൊടുക്കാറുള്ളത് കൂടുതലും. പിന്നെ സാബു സാറിന്റെ സെഷൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ളതാണ്. അത് റെക്കോർഡഡ് ആണ്. ഇപ്പൊ ഇൻ കേസ് വരാൻ പറ്റിയില്ലെങ്കിൽ, മിസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ വാച്ച് ഇറ്റ് അറ്റ് ഹോം. അത് മനസ്സിലാക്കും. ഹോം എന്ന് പറഞ്ഞാൽ ഓൺ ടൈം, നിങ്ങളുടേതായ സമയം അനുസരിച്ച് പോസ് ചെയ്ത് ആക്ഷൻ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ടുവേർഡ്സ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു, നമുക്ക് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പൊ ഇന്റർവ്യൂ പോലും ഒരുപാട് നന്ദി. ക്ലിയർ ആയില്ലായിരുന്നു, പറയാമോ? ഇത്രയും നല്ലൊരു ക്ലാസ് തന്നു സുദീപ് സാറിന് വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു മാം. അപ്പം ഈ ഇന്റർവ്യൂ പോലും നമ്മൾ പറഞ്ഞു യു നീഡ് ടു സെൽ യുവർ സെൽഫ് എന്നാണ്. ഇന്റർവ്യൂ പോലും യു നീഡ് ടു സെൽ യുവർ സെൽഫ്. എവറിത്തിങ് ഈസ് സെല്ലിംഗ്. ബാങ്ക് മാനേജറായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് കണ്ണാടി കൂടിനകത്ത് കറങ്ങുന്ന കസേര ഇരിക്കുകയാണ്. പക്ഷെ ഹീ നോസ് ഹിസ് പ്രഷർ. ഒരു ബിസിനസ് ബാങ്കിന്റെ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ എന്തൊരു ടെൻഷനാണ് ബാങ്ക് മാനേജർ. എവ്രി വെയർ ഇറ്റ് ഇസ് എ സെയിൽസ്. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെയും നമ്മുടെ സർവീസിനെയും എങ്ങനെ സെല്ല് ചെയ്യുന്നത്. ഇപ്പം സാബു സാറ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇറ്റ് ഇസ് വേറെ രീതിയിൽ പറഞ്ഞാൽ അതൊരു സെയിൽസ് പാർട്ടുണ്ട്, അതിന്റെ ഒരു മാർക്കറ്റിംഗ് പാർട്ടുണ്ട്, അതിന്റെ കുറച്ചുള്ള ബെനിഫിറ്റും ഉണ്ട്. ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി ഓൾസോ, ആൻഡ് സൊസൈറ്റി പേസ് ഹിം ബാക്ക് വിത്ത് എ റിവാർഡ്. അല്ലേ? അത് നമ്മൾ വിശ്വസിക്കുന്ന മുകളിൽ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും ചില നന്മകൾ കൊടുക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് വിൽ പേ ഹിം ബാക്ക്, പേ us back. സോ നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് സെയിൽ കിട്ടി എന്ന് വിചാരിച്ചു. പലർക്കും ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സെയിൽസ് കിട്ടി യെസ് ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ, എന്നാലും കുഴപ്പമില്ല, 10 പ്രാവശ്യം കിട്ടി എന്ന് പറഞ്ഞു പോകണം. ദാറ്റ് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആണ്. എനിക്ക് കിട്ടിയെന്നുള്ള ഇതിൽ പോകണം. അത് ഞാൻ ഈ മാസത്തെ ഏറ്റവും മികച്ച ബെസ്റ്റ് എംപ്ലോയി ആയി എന്നുള്ള നമ്മുടെ മനസ്സിനോട് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ മൈൻഡ് നമ്മൾ ക്ലിയർ ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി അനുസരിച്ച് ആക്ട് ചെയ്യും. ബോഡി അത് ഒരു സൈക്കോളജി പഠിപ്പിക്കുന്ന സെഷനിൽ റോയ് സാർ അത് എടുക്കുമായിരിക്കും ഒരുപക്ഷെ. പക്ഷേ ദ ബ്രെയിൻ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് ഇൻ എ ഡിഫറെന്റ് വേവ് ലെങ്ത്. ഐ എം നോട്ട് ജോക്കിംഗ്, ഇത് റിയാലിറ്റിയാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനോടും നമ്മുടെ ശരീരത്തോടും പറയാണ് നമ്മൾ മാനേജരായി, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ബിസിനസ് കൊണ്ടുവന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ബോഡി അതിനനുസരിച്ച് വേണ്ടി തയ്യാറാകുകയാണ്. നമ്മൾ തലച്ചോറിനോട് എന്താ പറയുക, വേവ് കൊടുക്കുകയാണ്. അടുത്തതിന് ശേഷം മീൻസ് ബ്രെയിൻ സ്റ്റാർട്ടഡ് തിങ്കിങ് വാട്ട് സ്ട്രാറ്റജി ഐ നീഡ് ടു അഡോപ്റ്റ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ കിച്ചണിൽ ഇരിക്കുമ്പോഴായിരിക്കും, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും, ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഐഡിയാസ് വരുന്നത്.
ഓർ എന്തെങ്കിലും പ്രസംഗിച്ചുകൊണ്ട് ആരെങ്കിലും മെസ്സേജ് കിട്ടിക്കൊണ്ട്, ബിക്കോസ് അവർ ബ്രെയിൻ അൺകോൺഷ്യസ്ലി തിങ്കിങ് ദാറ്റ് ഹൗ ഐ ആം ഗോയിങ് ടു ബിക്കം എ സെയിൽസ് സൂപ്പർ സ്റ്റാർ. അപ്പം അതിനുവേണ്ടി നമ്മുടെ മാനസികമായിട്ട് ടിപ്പ് ടു ടോ റെഡി ആകുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി സർ, ആൻഡ് ഓവർ ടു യു സർ. താങ്ക് യു സർ. തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുവരാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം സഹായിക്കട്ടെ. അതിനോടൊപ്പം നമ്മൾ ആഴ്ചകളിൽ എല്ലാ ദിവസവും സുദീപ് സാറിന്റെ ഒരു ക്ലാസ് ബിസിനസ് സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 5-6 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അതിന്റെ സെഷൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് എന്റെ നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഡോക്ടർ സാബു കേരളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ദിവസം മ്യൂസിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷൻ ആണ് 7 മണിക്ക്. സോ സുദീപ് സാർ, വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സെഷൻ. Thank you so much, sir. Thank you. See you. Good night.